കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സെക്ഷനിൽ ഏതൊക്കെ ടൈപ്സ് റിലേഷൻസ് ഉണ്ടെന്നും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ആ സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസിലേക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ആ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഏതാണ്? T ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. പ്ലെയിനിലുള്ള ട്രയാങ്കിൾസിന്റെ കളക്ഷൻ ആണ് T എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ ആ ടിയിൽ നിന്ന് ഒരു എലമെന്റ് എടുത്താൽ അതെന്തായിരിക്കും? ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ടിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എങ്ങനെയാ? R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ T1 T2 സച്ച് ദാറ്റ് T1 കോൺഗ്രുവന്റ് ടു T2. T1 ഉം T2 ഉം ടിയിലുള്ള എലമെന്റ്സ് ആ. അപ്പൊ ഈ T1 ഉം T2 എന്തായിരിക്കും? രണ്ട് ട്രയാങ്കിൾസ് ആയിരിക്കും. T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ T2 എന്ന് പറയുന്ന ട്രയാങ്കിളിന് കോൺഗ്രുവന്റ് ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം? T1 is related to T2. That is the ordered pair T1 T2 element of R എന്ന് പറയാം. നമ്മളോട് ഇവിടെ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഈ തന്നിരിക്കുന്ന റിലേഷൻ R ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു റിലേഷൻ എപ്പായിരുന്നു ഇക്വിവാലൻസ് ആണെന്ന് പറയാ? ആ റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആവണം. അപ്പൊ ഈ R ഇക്വിവാലൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? ഈ R റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമുക്കിത് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ആ തന്നിരിക്കുന്ന സെറ്റിൽ നിന്ന് ഏത് എലമെന്റ് എടുത്താലും അത് അതിനോട് തന്നെ റിലേറ്റ് ആവണം. ഞാൻ ഇവിടുന്ന് T1 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. T എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എനിക്ക് എന്താ അവിടെ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ കിട്ടേണ്ടത്? ഓർഡേർഡ് പെയർ T1 എലമെന്റ് ഓഫ് R എന്ന് കിട്ടണം. നമുക്കറിയാം ഏത് ട്രയാങ്കിൾ എടുത്താലും അത് അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ T1 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എടുത്താൽ എനിക്ക് പറഞ്ഞൂടെ T1 ഈസ് കോൺഗ്രുവന്റ് ടു T1 എന്ന്? T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആണ്. T1 കോൺഗ്രുവന്റ് ടു T1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് T1 എന്ന് പറയുന്നത് R ഉണ്ടെന്ന് പറഞ്ഞൂടെ? അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഈ ഒരു R എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. Here T1 element of R. So R is reflexive since every triangle is congruent to itself. ഏത് ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിൾ അതിനോട് തന്നെ കോൺഗ്രുവന്റ് ആയിരിക്കും. That is R is a reflexive relation. ഇനി നമുക്ക് ഈ R സിമെട്രിക് ആണോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് if T1 T2 element of R എന്ന് എടുത്ത് T1 T2 element of R ആണെങ്കിൽ T1 element of R എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. T1 T2 element of R എന്ന് പറഞ്ഞാൽ എന്താ? T1 congruent to T2 അല്ലേ? Implies T1 congruent to T2. T1 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ T2 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളുമായിട്ട് കോൺഗ്രുവന്റ് ആ. അങ്ങനെയാണെങ്കിൽ T2 T1 കോൺഗ്രുവന്റ് അല്ലേ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിന് എനിക്ക് എങ്ങനെ എഴുതാം? ഇംപ്ലൈസ് T2 congruent to T1. T1 congruent to T2 ആണെങ്കിൽ ഓർഡേർഡ് പെയർ T1 T2 എലമെന്റ് ഓഫ് R ആണ്. T2 congruent to T1 ആണെങ്കിലോ ഇംപ്ലൈസ് T2 T1 ഓർഡേർഡ് പെയർ T2 T1 എലമെന്റ് ഓഫ് R എന്ന് കിട്ടി. ഇവിടെ നോക്ക്, if T1 T2 element of R implies T2 T1 element of R. ഇതായിരുന്നില്ലേ സിമെട്രിക് റിലേഷന്റെ കണ്ടീഷൻ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എന്ത് പറയാം? That is R is a symmetric relation. അപ്പം R എന്ന് പറയുന്നത് ഒരു സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഈ R സിമെട്രിക് ആണെന്ന് കിട്ടി, നേരത്തെ റിഫ്ലെക്സീവ് ആണെന്നും പ്രൂവ് ചെയ്തു. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ R ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ട്രാൻസിറ്റീവ് റിലേഷന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ഇഫ് AB element of R and BC element of R implies AC element of R. If T1 T2 element of R and T2 T3 element of R. എനിക്ക് എന്താ കിട്ടേണ്ടത്? T1 T3 element of R എന്ന് കിട്ടണം. T1 T2 element of R എന്ന് പറഞ്ഞാൽ എന്താ? T1 congruent to T2 എന്നല്ലേ ഈ തന്നിരിക്കുന്ന R ന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്? അപ്പൊ T1
T2 element of R implies T1 congruent to T2. T2 T3 element of R എന്ന് പറഞ്ഞാലോ T2 T3 element of R implies T2 congruent to T3. ഇതിനൊരു 1 എന്ന് കൊടുക്കുക, ഇതിനൊരു 2 എന്ന് കൊടുക്കുക. ഇവിടെ എന്താ പറയണത്? T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ T2 എന്ന് പറയുന്ന ട്രയാങ്കിളിന് കോൺഗ്രുവന്റ് ആണ് ഫസ്റ്റത്തെ കേസിൽ. രണ്ടാമത്തതിൽ എന്താ പറയണത്? T2 എന്ന് പറയുന്ന ട്രയാങ്കിൾ T3 എന്ന് പറയുന്ന ട്രയാങ്കിളിന് കോൺഗ്രുവന്റ് ആണ്. അതായത് ഈ T2 എന്ന് പറയുന്ന ട്രയാങ്കിൾ T3 എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിളിന് കോൺഗ്രുവന്റ് ആണ്. T1 T2 കോൺഗ്രുവന്റ് ആണ്, T2 T3 കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ T1 T3 കോൺഗ്രുവന്റ് ആണെന്ന് പറഞ്ഞൂടെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫ്രം 1 and 2 ഈ രണ്ട് കേസിൽ നിന്ന് we can say that T1 congruent to T3. T1 congruent to T3 implies T1 congruent to T3 ആണെങ്കിൽ എങ്ങനെ എഴുതാം? T1 T3 element of R. അപ്പൊ എന്താണ് കിട്ടിയത്? If T1 T2 element of R and T2 T3 element of R implies T1 T3 element of R. T1 T3 element of R. ഇതല്ലായിരുന്നു ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ. അപ്പൊ ഈ റിലേഷൻ R എന്താണെന്ന് കിട്ടി? ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. R is ട്രാൻസിറ്റീവ്. ഈ R എന്തെല്ലാണെന്ന് കിട്ടി? റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, സിമെട്രിക് ആണെന്ന് കിട്ടി, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടി. ഹിയർ R is reflexive, symmetric and transitive. റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണെങ്കിൽ ആ റിലേഷൻ നമുക്ക് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറഞ്ഞൂടെ? സോ R is a equivalence relation. Hence the proof. ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലം. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഏതാണ്? L equal to set of all lines in a plane. പ്ലെയിനിലുള്ള ലൈൻസിന്റെ കളക്ഷൻ ആണ് L എന്ന് പറയുന്നത്. L ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ എങ്ങനെയാ? R equal to set of all ordered pair L1 L2 such that L1 is perpendicular to L2. അതാണ് ഇവിടെ തന്നിരിക്കുന്ന R. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഈ റിലേഷൻ സിമെട്രിക് ആണ്, പക്ഷെ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അല്ലെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ലൈൻ എപ്പോഴെങ്കിലും അതിനോട് പെർപെൻഡിക്കുലർ ആവുമോ? ഞാനൊരു L1 എന്ന് പറയുന്ന ഒരു ലൈൻ ഇവിടെ വരച്ചു. ഈ ലൈന് ഇതിനോട് പെർപെൻഡിക്കുലർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് L1 പെർപെൻഡിക്കുലർ ടു L1 എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? L1 R ഉണ്ടാവോ? ഇല്ല. L1 എന്ന് പറയുന്നത് is not an element of R. R ഉണ്ടാവണമെങ്കിൽ L1 പെർപെൻഡിക്കുലർ ടു L1 എന്ന് കിട്ടണം. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? L1 is not perpendicular to L1. അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ L1 not an element of R എന്ന് കിട്ടി. ഇത് ആറിലുള്ള എലമെന്റ് അല്ലെങ്കിൽ ഈ റിലേഷൻ എന്തായിരിക്കും? റിഫ്ലെക്സീവ് ആയിരിക്കില്ല. That is R is not a reflexive relation. R റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ഇത് സിമെട്രിക് ആണോ എന്ന് നോക്കാം. സിമെട്രിക് ആണോ എന്ന് എങ്ങനെയായിരുന്നു നോക്കിയത്? L1 L2 element of R ആണെങ്കിൽ L2 L1 element of R എന്ന് കിട്ടണം. If L1 L2 element of R implies L1 L2 element of R എന്ന് പറഞ്ഞാൽ എന്താ? L1 perpendicular to L2. L1 perpendicular to L2. L1 L2 ന് പെർപെൻഡിക്കുലർ ആണ്. L1 എന്ന് പറയുന്ന ഒരു ലൈന് L2 എന്ന് പറയുന്ന ഒരു ലൈനിൽ പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ L2 എന്ന് പറയുന്ന ലൈന് L1 നും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞൂടെ? Implies L2 perpendicular to L1. L1 perpendicular to L2 ആണെങ്കിൽ ഓർഡേർഡ് പെയർ L1 L2 element of R. L2 perpendicular to L1 ആണെങ്കിലോ ordered pair L2 L1 element of R. That is R is a symmetric
സിമെട്രിക് റിലേഷൻ. ഈ ആറ് സിമെട്രിക് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ട്രാൻസിറ്റീവിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? ഇഫ് എ ബി എലമെന്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ എ സി എലമെന്റ് ഓഫ് ആർ എന്ന് കിട്ടണം. ഇവിടെ നോക്കാം. ഇഫ് L1 L2 element of R and L2 L3 element of R. L1 L3 element of R എന്ന് കിട്ടിയാൽ ഈ R എന്താണ്? ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. L1 L2 element of R എന്ന് പറഞ്ഞാൽ എന്താ? L1 perpendicular to L2. L1 L2 element of R implies L1 perpendicular to L2. L2 L3 element of R എന്ന് പറഞ്ഞാലോ L2 L3 element of R implies L2 perpendicular to L3. ഇതിന് 1 എന്ന് കൊടുക്കാം, ഇതിന് 2 എന്ന് കൊടുക്കാം. L1 എന്ന് പറയുന്ന ലൈന് L2 ന് പെർപെൻഡിക്കുലർ ആണ്. L2 എന്ന് പറയുന്ന ലൈനോ L3 എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. ഈ ഒരു പിക്ചർ നോക്ക്. L1 L3 ക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും L1 L3 ക്ക് പാരലൽ ആയിട്ടാണ് പോകുന്നത്. അപ്പം L1 is not perpendicular to L3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? From 1 and 2 we can say that L1 is not perpendicular to L3 implies ordered pair L1 L3 is not an element of R. If L1 L2 element of R and L2 L3 element of R, നമുക്ക് എന്താ കിട്ടിയത്? L1 L3 not an element of R. That is R is not transitive. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല, പക്ഷെ സിമെട്രിക് ആണ്. ഇതായിരുന്നില്ലേ നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് തന്ന സെറ്റ് ഏതാണ്? സെറ്റ് ആണ്. സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ആണ്. R എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് 2 divides a minus b. നമ്മളോട് എന്താ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഈ ഒരു R ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ പ്രൂവ് ചെയ്യണം? റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എ എലമെന്റ് ഓഫ് ആർ എന്ന് കിട്ടണം. ഫോർ ഓൾ എ ബിലോങ്സ് ടു സെറ്റ്. എ എലമെന്റ് ഓഫ് ആർ ആവണമെങ്കിൽ ഇവിടെയുള്ള കണ്ടീഷൻ എന്താ? 2 divides a minus b ആണെങ്കിൽ എ ബി എലമെന്റ് ഓഫ് ആർ ആണ്. അപ്പം എ എലമെന്റ് ഓഫ് ആർ ആവണമെങ്കിൽ 2 divides a minus a എന്ന് കിട്ടണം. a minus a എന്താണ്? 0 അല്ലേ? 2 divides 0 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ എന്ന് പറയുന്നത് ആറിലുള്ള എലമെന്റ് ആണെന്ന് കിട്ടി. Here R is reflexive. R reflexive ആണെന്ന് കിട്ടി. റീസൺ എന്താണ്? Since 2 divides a minus a, that is a element of R for all a element of Z. അപ്പൊ ഈ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി. ഇനി സിമെട്രിക് ആണോ എന്ന് നോക്കാം. If a b element of R എന്ന് എടുത്ത് എ ബി ആറിലുള്ള എലമെന്റ് ആണെങ്കിൽ ഈ തന്ന കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇംപ്ലൈസ് 2 divides a minus b എന്ന് എഴുതാം. a minus b നമുക്ക് എങ്ങനെ എഴുതാം? a minus b equal to minus of b minus a അല്ലേ? 2 a minus b നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. a minus b എന്തിന് ഈക്വൽ ആണ്? മൈനസ് ഓഫ് b minus a ക്ക് ഈക്വൽ ആണ്. അപ്പൊ 2 divides minus of b minus a എന്ന് എഴുതിക്കൂടെ? ഇംപ്ലൈസ് 2 divides minus of b minus a. 2 minus of b minus a നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് b minus a നെയും ഡിവൈഡ് ചെയ്യും. Implies 2 divides b minus a. 2 a minus b നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ a b r ലുണ്ട്. അപ്പൊ 2 b minus a നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? Ordered pair b a element of r. അപ്പൊ r എന്താണ്? ഒരു സിമെട്രിക് റിലേഷൻ ആണ്. So R is symmetric. അപ്പൊ ഈ R റിഫ്ലെക്സീവ് ആണെന്നും സിമെട്രിക് ആണെന്നും കിട്ടി. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് കൂടി നോക്കാം. If AB element of R, AB Rലുള്ള എലമെന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ
എങ്ങനെ എഴുതാം? 2 divides a minus b എന്ന് എഴുതാം. 2 divides a minus b. BC element of R ആണെങ്കിലോ BC element of R implies 2 divides b minus c. a minus c നെ നമുക്ക് എങ്ങനെ എഴുതാം? a minus c equal to a minus b plus b minus c എന്ന് എഴുതാം. ഈ പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആയി പോകും. ഇവിടെ നോക്ക് 2 divides a minus b. 2 divides a minus b എന്ന് പറഞ്ഞാൽ a minus b എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതെന്തായിരിക്കും? ഒരു ഈവൻ നമ്പർ ആയിരിക്കില്ലേ? അതുപോലെ 2 divides b minus c ആണെങ്കിലോ b minus c is a multiple of 2. That is b minus c is a even number. a minus b ഒരു ഈവൻ നമ്പർ ആണ്. b minus c യും ഒരു ഈവൻ നമ്പർ ആണ്. രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ സമ്മും ഈവൻ നമ്പർ ആയിരിക്കുമല്ലോ. അപ്പൊ a minus c എന്താണ്? ഒരു ഈവൻ നമ്പർ ആണെന്ന് കിട്ടി. സോ 2 divides a minus c എന്ന് കിട്ടും. a minus c equal to a minus b plus b minus c, which is a even number. So 2 divides a minus c implies 2 a minus c നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ac element of R. That is R is a transitive relation. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന R റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ R എന്താണ്? ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ സെക്ഷന്റെ ലാസ്റ്റിലുള്ള ഒരു ഡെഫിനിഷൻ നോക്കാം. ഇക്വിവാലൻസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Let A be a non-empty set and R be an equivalence relation defined on A. Let X belongs to A, then the set of all elements which related to X is known as equivalence class of X. Equivalence class of X നെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എന്താണ് ഇക്വിവാലൻസ് ക്ലാസ് ഓഫ് X എന്ന് പറഞ്ഞാല്? A എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ്, R എന്ന് പറയുന്നത് ഈ A നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇക്വിവാലൻസ് റിലേഷൻ ആണ്. X എന്ന് പറയുന്നത് A യിലുള്ള ഒരു എലമെന്റ് ആണ്. Xനോട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും, set of all elements which related to X, അതിനെയാണ് നമ്മൾ ഇക്വിവാലൻസ് ക്ലാസ് ഓഫ് X എന്ന് പറയുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന നോൺ എംപ്റ്റി സെറ്റ് A എന്ന് പറയുന്നത് സെറ്റ് ആണ്, സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. ആറോ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ AB such that A minus B is multiple of 2. എനിക്കിവിടെ 0 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ് കണ്ടുപിടിക്കണം. B എന്ന് പറയുന്ന ഒരു എലമെന്റ് 0 ആയിട്ട് റിലേറ്റ് ആവണമെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? 0 മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 2 ആവണം. അപ്പൊ 0 മൈനസ് ബി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 2 ആയിട്ടുള്ള ബിയുടെ വാല്യൂസ്. 0 കൊടുത്തൂടെ? ബിക്ക് 0 കൊടുത്താൽ 0 മൈനസ് 0 ഈക്വൽ ടു 0. അത് മൾട്ടിപ്പിൾ ഓഫ് 2 അല്ലേ? ബിക്ക് 2 കൊടുത്താലോ 0 മൈനസ് 2 ഈക്വൽ ടു മൈനസ് 2, മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. ഇനി 0 മൈനസ് ബിക്ക് മൈനസ് 2 കൊടുത്താലോ 0 മൈനസ് മൈനസ് 2 ഈക്വൽ ടു 2, അതും മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അപ്പം ഏതൊക്കെ വാല്യൂസ് ഈ ബിക്ക് കൊടുത്താലാണ് നമുക്ക് അത് മൾട്ടിപ്പിൾ ഓഫ് 2 ആയി കിട്ടുന്നത്? 0 കൊടുത്താൽ കിട്ടും, പ്ലസ് ഓർ മൈനസ് 2 കൊടുത്താൽ കിട്ടും, പ്ലസ് ഓർ മൈനസ് 4 കൊടുത്താൽ കിട്ടും, എക്സെട്ര. ഈ 0 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് അപ്പൊ ഏതൊക്കെയായിരിക്കും? 0 ഉണ്ടാവും, പ്ലസ് ഓർ മൈനസ് 2 ഉണ്ടാവും, പ്ലസ് ഓർ മൈനസ് 4 ഉണ്ടാവും. അതായത് 0 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? 0 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 4 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വിവാലൻസ് ക്ലാസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം? സെറ്റ് ഓഫ് ഓൾ 0 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 4 എക്സെട്ര. 0യുടെ ഇക്വിവാലൻസ് ക്ലാസ് കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് 1ന്റെ ഇക്വിവാലൻസ് ക്ലാസും കണ്ടുപിടിക്കാം. 1 റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? 1 മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 2 ആയിട്ടുള്ള ബിയുടെ വാല്യൂസ്. 1 മൈനസ് 1 ഈക്വൽ ടു 0, മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അപ്പം ബിയുടെ ഒരു വാല്യൂ 1 ആയിരിക്കും. ഇനി ബിക്ക് മൈനസ് 1 കൊടുത്താലോ 1 മൈനസ് മൈനസ് 1 ഈക്വൽ ടു 2, മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അപ്പം ബിയുടെ ഒരു വാല്യൂ പ്ലസ് 1 ആണ്, മറ്റേ വാല്യൂ മൈനസ് 1 ആണ്. 3 കൊടുത്തു നോക്ക്. 1 മൈനസ് 3 ഈക്വൽ ടു മൈനസ് 2, മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. 1 മൈനസ് ബിക്ക് മൈനസ് 3 കൊടുത്താലോ 1 മൈനസ് മൈനസ് 3 ഈക്വൽ ടു 4, മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. അപ്പൊ ഈ ബിക്ക് ഏതൊക്കെ വാല്യൂ വരും? ബിയുടെ വാല്യൂസ് പ്ലസ് ഓ മൈനസ് 1 പ്ലസ് ഓ മൈനസ് 3
പ്ലസ് ഓർ മൈനസ് 5 എക്സെട്ര. അപ്പൊ ഈ 1 ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 3, പ്ലസ് ഓർ മൈനസ് 5 എക്സെട്ര. അങ്ങനെയാണെങ്കിൽ ഇക്വലൻസ് ക്ലാസ് ഓഫ് 1ലുള്ള എലമെന്റ്സ് ഏതായിരിക്കും? ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 3 എക്സെട്ര. ഇതുപോലെ നമുക്ക് ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 കണ്ടുപിടിക്കാം. 2 കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വാല്യൂസ് 0, പ്ലസ് ഓർ മൈനസ് 2, പ്ലസ് ഓർ മൈനസ് 4 എക്സെട്ര എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഒരു എലമെന്റിന്റെ ഇക്വലൻസ് ക്ലാസ് നമ്മൾ കണ്ടുപിടിക്കുക. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഫസ്റ്റ് സെക്ഷൻ. ഇനി ടൈപ്സ് ഓഫ് റിലേഷൻ പഠിച്ച പോലെ തന്നെ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്. അത് സെക്കൻഡ് സെക്ഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.